ഇന്ന് നമുക്ക് 3 മുട്ട കൊണ്ട് ഒരു കറി ഉണ്ടാക്കാം. ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ കാണത്തില്ല കറി വെക്കാൻ. അപ്പം മുട്ട പുഴുങ്ങിയൊക്കെ കറി വെക്കുക ഇച്ചിരി താമസമാണ്. അതുകൊണ്ട് നമുക്ക് 3 മുട്ട എടുത്ത് പെട്ടെന്നൊരു കറി ഉണ്ടാക്കാം. അതിനായിട്ടിവിടെ ഞാൻ കുറച്ച് ബദാമും ഇച്ചിരി ജീരകം, പെരുംജീരകം, ഒരു മുളക്, 2-3 ഗ്രാമ്പൂ, ഇച്ചിരി കരിയാപ്പില എല്ലാം കൂടെ എടുത്ത് ഒന്ന് വറക്കുന്നുണ്ട്. കരിയാപ്പില പൊടിഞ്ഞു വന്നു. നമ്മുടെ മസാല ഇപ്പം ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലോട്ട് എടുക്കാം. ഇവിടെ നിന്ന് തണുക്കട്ടെ. തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് പൊടിച്ചെടുക്കാനുള്ളതാണേ. പാത്രത്തിലോട്ട് എണ്ണ ചൂടാക്കി ഇച്ചിരി കടുകിട്ട് പൊട്ടിച്ചു. 2 വലിയ സവാള അരിഞ്ഞത്. സവാള വാടി വരട്ടെ. 2-3 നെല്ലി വെളുത്തുള്ളി ചതച്ചതിട്ടു. ഒരു മീഡിയം സൈസ് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് ഒന്ന് വഴറ്റി. തക്കാളി എളുപ്പം സോഫ്റ്റ് ആകാനായിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം. തക്കാളി ഇപ്പം സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയിട്ട് ഒന്ന് വഴറ്റിയിട്ട് മസാല കുറുകി വരാനായിട്ട് ഒരു 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തേ. മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട്. ഇത് മുട്ട പുഴുങ്ങിയതല്ല, പച്ചമുട്ടയാണ്. അത് നമുക്ക് ഗ്രേവിക്കകത്തോട്ട് പതുക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അടച്ചു വെക്കാം. ഇളക്കുകയൊന്നും ചെയ്യണ്ട, ഒന്ന് അടച്ചു വെക്കാം. കുറച്ച് കഴിയുമ്പോൾ ഈ മുട്ട തിരിച്ചിടാം. ഒരു സൈഡ് വെന്തിട്ടുണ്ട്. വീണ്ടും അടച്ചു വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. മുട്ട 2 സൈഡും വെന്തിട്ടുണ്ട്. ആദ്യം നമ്മൾ പൊടിച്ച മസാല അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ബദാം, പെരുംജീരകം, ജീരകം, ഗ്രാമ്പൂ, വറ്റൽമുളക് ഇത്രയും കൂടി ഇട്ട് പൊടിച്ചതാണ്. ചെറുതായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ മുട്ടക്കറി റെഡിയായി. 3 മുട്ടയുള്ളെങ്കിൽ ഒരു 4-5 പേർക്ക് കഴിക്കാം. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.